പ്രൈസ് ലോർഡ്. എല്ലാവർക്കും ബൈബിൾ നോളജ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം ഒരു ഭാവനയാണ്. ഭാവനയുടെ പേര് സ്വർഗീയ തീവണ്ടി. സ്വർഗീയ തീവണ്ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നാം ചിന്തിക്കും, ഈ പേരിലും തീവണ്ടിയുണ്ടോ? ഇന്ത്യ ഗവൺമെൻറ് എപ്പോഴാണ് ഈ പേരിൽ തീവണ്ടി ഇറക്കിയത്? നാം അറിഞ്ഞില്ലല്ലോ. നമുക്കറിയാവുന്ന ചില തീവണ്ടികളുണ്ട്. ശബരി എക്സ്പ്രസ്, കുർല എക്സ്പ്രസ്, കണ്ണൂർ എക്സ്പ്രസ്, വയനാട് എക്സ്പ്രസ് മുതലായവ. എന്താണ് ഈ സ്വർഗീയ തീവണ്ടി? ഈ വണ്ടിക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. എന്നാൽ ചില പ്രത്യേകതകളും സവിശേഷതകളും ഉള്ളതുകൊണ്ടാണ് ഈ വണ്ടിക്ക് സ്വർഗീയ തീവണ്ടി എന്ന് പേരിട്ടത്. അതായത്, ഭൂമിയിലെ വീണ്ടെടുക്കപ്പെട്ടവർക്കായി സ്വർഗീയ ഗവൺമെൻറ് ഫ്ലാഗ് ഓൺ ചെയ്യാൻ പോകുന്ന തീവണ്ടിയാണ് സ്വർഗീയ തീവണ്ടി. ഈ തീവണ്ടിയിൽ 66 ബോഗികളാണുള്ളത്. എല്ലാ ബോഗികൾക്കും പേര് നൽകിയിട്ടുണ്ട്. 1-ാം ബോഗി ഉൽപ്പത്തി, 2-ാം ബോഗി പുറപ്പാട്, അങ്ങനെ തുടങ്ങി 66-ാം ബോഗി വെളിപ്പാട് എന്ന പേരിൽ അവസാനിക്കുന്നു. ഈ ബോഗിയിലേക്കുള്ള റിസർവേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. പത്രോസ്, പൗലോസ്, യോഹന്നാൻ, സ്തേഫാനോസ് ഇവർ റിസർവേഷൻ ചെയ്തു. 44-ാം നമ്പറായ അപ്പോസ്തലന്മാർ എന്ന ബോഗിയിലാണ് ഇവർക്ക് സീറ്റ് ലഭിച്ചിരിക്കുന്നത്. ഈ വണ്ടിയിലെ യാത്രയ്ക്ക് മുമ്പായി തിരിച്ചറിയൽ പരേഡുകൾ ഉണ്ടായിരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് എന്ന അച്ചാരം ഹൃദയത്തിൽ ഉള്ളവർക്ക് മാത്രമേ ഈ തിരിച്ചറിയൽ പരേഡിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ തിരിച്ചറിയൽ പരേഡിൽ യോഗ്യരെന്ന് കണ്ടെത്തുന്നവർക്ക് രക്ഷ എന്ന പ്ലാറ്റ്ഫോം ടിക്കറ്റ് നൽകുന്നതാണ്. ഈ തീവണ്ടിയിൽ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, സ്ലീപ്പർ ക്ലാസ്, ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് എന്നീ ബോഗികൾ ഉണ്ടായിരിക്കുന്നതല്ല. ഈ തീവണ്ടി 2 സ്റ്റേഷനിൽ മാത്രമേ നിർത്തുകയുള്ളൂ. ഭൂമിയിൽ നിന്നും വാനമണ്ഡല വഴിയായി സ്വർഗത്തിലേക്കാണ് ഇതിൻ്റെ ജൈത്രയാത്ര. ഈ വണ്ടിയുടെ ബോഗിക്കുള്ളിൽ ഭക്ഷണപാനീയങ്ങൾ വിൽക്കപ്പെടുന്നതല്ല. സ്തുതി, സ്തോത്രം, ആരാധന എന്നിവ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ വണ്ടി ഭൂമിയിൽ നിന്നും യാത്ര തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന സൈറം ഹല്ലേലൂയ എന്നാണ്. ഈ വണ്ടിക്കുള്ളിൽ പ്രവേശിക്കുന്നതിനും ടിക്കറ്റ് ലഭിക്കുന്നതിനും ചില നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ എന്നിവർക്ക് മാത്രമേ രക്ഷ എന്ന ടിക്കറ്റ് അപേക്ഷിക്കാവൂ. രക്ഷ എന്ന ടിക്കറ്റ് ആവശ്യമുള്ളവർക്കായി ചില അറിയിപ്പുകൾ. ഗോൽഗോഥയിലെ കാൽവറിയിലാണ് ടിക്കറ്റിൻ്റെ ബുക്കിംഗ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും ഇത്രയും ദൂരം സഞ്ചരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ യാത്രക്കാരുടെ ആവശ്യം മാനിച്ച് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ ബുക്കിംഗ് ഓഫീസായി പ്രവർത്തനം ആരംഭിച്ചിട്ട് 2000 വർഷത്തിൽ അധികമായിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് ഏജൻറ്റുമാർ സഭയിലെ ഉപദേശിമാരാണ്. ഓൺലൈൻ, ഇൻ്റർനെറ്റ്, മൊബൈൽ എന്നിവയിലൂടെ രക്ഷ എന്ന ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതല്ല. ഈ ടിക്കറ്റ് ലഭിക്കണമെങ്കിൽ ഡയറക്റ്റ് ബുക്കിംഗ് സിസ്റ്റത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ ടിക്കറ്റ് സ്വന്തമാക്കുവാൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ജാതി, മതം, ഭാഷ, സൗന്ദര്യം, പ്രായം, കുലമഹിമ, സഭ എന്നിവ നോക്കുന്നതല്ല. ജീവപുസ്തകത്തിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്കും അന്യഭാഷ അടയാളമായവർക്കും പാതിവ്രത്യമുള്ള ജീവിതം നയിക്കുന്നവരും പരിശുദ്ധാത്മാവ് ലഭിച്ചവർ, കർത്തൃമേശയിൽ പങ്കെടുക്കുന്നവർ എന്നീ യോഗ്യതയുള്ളവർ ടിക്കറ്റിനായി അപേക്ഷിക്കാം. ഈ യോഗ്യതയുള്ളവരുടെ പേരുകൾ ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. കാരണം ക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ ഇവരുടെ സീറ്റുകൾ കൺഫേമായി ലഭിക്കുന്നതാണ്. ഈ ടിക്കറ്റിനായി കുടുംബമായോ തനിയോ ശ്രമിക്കാം. അവനവൻ്റെ പ്രവൃത്തിയുടെയും കൈവെടിപ്പിനും ഒത്തവണ്ണം രക്ഷാ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. ഒരിക്കൽ രക്ഷാ ടിക്കറ്റ് ലഭിച്ചവർ അത് നഷ്ടമാക്കിയാൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ സ്വീകരിക്കുന്നതല്ല. ടിക്കറ്റ് നഷ്ടമായ വ്യക്തിക്ക് പിന്നീട് ഒരിക്കലും ഈ ടിക്കറ്റ് സ്വന്തമാക്കാൻ കഴിയുന്നതുമല്ല. ഇതുവരെയും ടിക്കറ്റ് കൈവശമാക്കാത്തവർ തൽക്കാൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാമെന്ന വ്യാമോഹമുണ്ടെങ്കിൽ ഈ തീവണ്ടിയിൽ തൽക്കാൽ ടിക്കറ്റും മിലിറ്ററി ടിക്കറ്റും ലഭിക്കുന്നതല്ല. TTRന് കൈക്കൂലി കൊടുത്ത് ടിക്കറ്റ് സ്വന്തമാക്കാം എന്ന മോഹമുണ്ടെങ്കിൽ ആ മോഹവും നടക്കുന്നതല്ല. കാരണം ഈ വണ്ടിയിലെ ഓരോ യാത്രക്കാരുമാണ് TTR. ഈ വണ്ടിക്കുള്ളിലെ യാത്ര വളരെ സുഖകരമാണ്. യാത്ര പകുതിയിൽ വച്ച് എൻജിൻ തകരാറ് വരികയോ വണ്ടി പാളം തെറ്റി പോവുകയോ മിന്നൽ പരിശോധനകളോ എൻജിൻ മാറ്റിവെക്കലോ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ഈ സ്വർഗീയ തീവണ്ടിയുടെ ഡ്രൈവർ യേശുക്രിസ്തുവാണ്. ഇതുകൂടാതെ ഈ വണ്ടിക്കുള്ളിൽ പോക്കറ്റടി, ഭീഷണി,
ആത്മഹത്യാ പ്രേരണ, കൊലപാതകം, പീഡനം, കൊതുക് ശല്യം, തിക്കും തിരക്കും ഇവ ഉണ്ടായിരിക്കുന്നതല്ല. ഈ വണ്ടിയുടെ കാവൽ ദൂതന്മാരാണ്. ഈ വണ്ടിക്കുള്ളിലുള്ളവരുടെ സന്തോഷം വർണ്ണിക്കുവാൻ കഴിയുന്നതല്ല. ഒത്തിരി വർഷത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ഫലമായതിനാൽ അവരുടെ സന്തോഷം നൃത്തവും പാട്ടായും പുറത്തു വരുന്നു. ഇവരുടെ സന്തോഷത്തിൽ ദൂതന്മാരും ഒത്തുചേരുന്നു. ഈ വണ്ടിയിലെ എല്ലാ യാത്രക്കാർക്കും വാടാത്ത തങ്കക്കിരീടം ലഭിക്കുന്ന ദിവസമാണ് ഇന്ന്. മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഭൂമിയിൽ സ്വന്തമായി ഭവനമില്ലാത്തവർ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. കാരണം 12 രത്നങ്ങൾ പതിപ്പിച്ച ഒരു മണിമാളിക തങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു എന്ന് ദൂതന്മാരാൽ അറിയുവാൻ കഴിഞ്ഞു. ഇതുകൂടാതെ തങ്ങളെ വിട്ട് യാത്രയായ ക്രിസ്തുവിൽ മൃതന്മാരെ കാണുവാൻ കഴിയുമെന്ന ഭാഗ്യവും ഇവർക്കുണ്ട്. ഇവർക്കിനി വിശപ്പും ദാഹവും ക്ഷീണവും രോഗവും അസൂയ, പിണക്കം എന്നിവ ഇവരിൽ വാഴുകയില്ല. ദൈവത്തെ ആരാധിക്കണമെന്ന മോഹം മാത്രമേ ഇവരിലുണ്ടായിരിക്കുകയുള്ളൂ. രക്ഷ എന്ന ടിക്കറ്റ് സ്വന്തമാക്കിയിട്ടില്ലാത്തവർ നിങ്ങളുടെ സഭയുമായി കോൺടാക്ട് ചെയ്ത് ടിക്കറ്റ് സ്വന്തമാക്കുക. ലോകലക്ഷണങ്ങൾ ക്രിസ്തുവിൻ്റെ വരവ് ആസന്നമായി എന്ന് വിളിച്ചറിയിക്കുന്നു. രക്ഷാ ടിക്കറ്റ് ഇല്ലാത്തവർക്ക് നിത്യയാതനാ സ്ഥലമായ നരകം ഒരുങ്ങിയിരിക്കുന്നു എന്നറിവിൻ. ഇവിടെ നിലവിളിയും പല്ലുകടിയും അല്ലാതെ മറ്റൊന്നുമില്ല. ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടവരായ നാം എല്ലാവർക്കും സ്വർഗീയ മണവാളനെ മുഖാമുഖമായി കാണുവാൻ സ്വർഗീയ തീവണ്ടി സ്വർഗത്തിൽ നിന്നും യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഭൂമിയിൽ ലാൻഡ് ചെയ്യുവാൻ ഏതാനും നാളുകൾ മാത്രമേ ഉള്ളൂ. നമുക്കതിനായി കാത്തിരിക്കാം. ഈ ഭാവന നിങ്ങളുടെ ആത്മീയ വർധനയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, അതിനായി സമർപ്പിക്കുന്നു.